വിലയിരുത്തട്ടെ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് ഈ വിഷയം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഗോൾഡുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിന് തയ്യാറുണ്ടോയെന്ന് എനിക്ക് വീണ്ടും ആവർത്തിച്ച് ചോദിക്കാനുള്ളത്. സിറ്റിംഗ് ജഡ്ജിയെ വെച്ചുകൊണ്ട്, സത്യസന്ധരായ ഓഫീസറെ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ 188 കേസും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇതിൻ്റെ യാഥാർത്ഥ്യം, എത്ര കിലോ സ്വർണമാണ് സുജിത്താസും ADGP അജിത് കുമാറും P ശശിയും കൂടി തട്ടിയെടുത്തിട്ടുള്ളത് എന്ന് പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, അല്ല, അതായത് അത് 102 CRPC ഞാൻ എപ്പോഴും പറഞ്ഞത് കളവ് മുതൽ. അപ്പോൾ കളവ് മുതലായി കിട്ടിയ സാധനം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. തിരിച്ചു കൊടുക്കാൻ CMP ആണ്, FIR കൂടി വേണ്ട. CMP പ്രകാരമാണ് ഈ സാധനം തിരിച്ചു കൊടുക്കുന്നത്. അതിൽ ഗോൾഡ് ഉണ്ടോ ഇല്ലെന്ന് ആ ഡോക്യുമെന്റ് കൊണ്ട് അറിയുന്നില്ല. അപ്പം മഹസർ റിപ്പോർട്ടാണ് നമ്മൾ കോടതി തപ്പുന്നത്. മഹസർ റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതാണ് പറയുന്നത്, ഈ പ്രൊസീജിയർ പ്രകാരമല്ല സ്വർണം കണ്ടെടുക്കേണ്ടത്. അത് കസ്റ്റംസ് ആക്ട് പ്രകാരമാണ് കണ്ടെടുക്കേണ്ടത്. അവിടുന്ന് അത് കിട്ടിയാൽ നേരെ എയർപോർട്ടിലാണ് കൊടുക്കേണ്ടത്. അവരാണ് അതിന്റെ പ്രൊസീജിയർ ചെയ്യേണ്ടത്. പോലീസ് ചെയ്യേണ്ട അതിന്റെ റിവാർഡാണ് വാങ്ങിയെടുക്കേണ്ടത്. പക്ഷെ ഇതിൽ റിവാർഡ് കിട്ടൂല. എന്താ മനസ്സിലായി നിങ്ങൾക്ക്? പോലീസിന് കിട്ടൂല. കാരണം ആരാ? ഇൻഫോമർ കസ്റ്റംസ് ആണ്. പാസഞ്ചർ ഈ സാധനം ശരീരത്തിന്റെ ഉള്ളിലും ബാഗിലും ഒളിപ്പിച്ച് വരുമ്പോൾ അവിടുന്ന് സ്കാൻ ചെയ്യുമ്പോൾ കസ്റ്റംസുകാർ ഇത് കാണുന്നുണ്ട്. കണ്ടാൽ അവർക്ക് അങ്ങോട്ട് പിടിച്ചാൽ പോരെ? അവർ പിടിക്കുന്നില്ല. അവരാണ് സുജിത് ദാസിന്റെ ടീമിന് പുറത്ത് നിൽക്കുന്ന പോലീസ് സംഘത്തിന് വിവരം കൊടുക്കുന്നത്. കാരണം ഇവിടെ എടുത്താൽ അതിന്റെ പെർസെൻറ്റേജിന് പരിമിതിയുണ്ട്. പുറത്ത് കിടന്നാൽ ഈ പറഞ്ഞ പോലെ 30, 40, 50% വിഴുങ്ങാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടതാണ്. പോലീസ് ആ എയർപോർട്ട് 129 കേസ് അദ്ദേഹം പറഞ്ഞല്ലോ മലപ്പുറം ജില്ലയിൽ നിന്നാണ് പിടിച്ചത്. സത്യല്ലേ? ഈ കരിപ്പൂർ എയർപോർട്ട് എവിടെയാ? കരിപ്പൂർ എയർപോർട്ട് എവിടെയാ? മലപ്പുറം ജില്ലയിലല്ലേ? തിരുവനന്തപുരത്തിരിക്കുന്നവന് മനസ്സിലാവില്ല കോഴിക്കോട് എയർപോർട്ട് എന്ന് പറയുന്നതിന്. അപ്പൊ കോഴിക്കോട് എയർപോർട്ടാണെന്നാണ് ജനം തെറ്റിദ്ധരിക്കുക. ആ എയർപോർട്ടിന്റെ പരിസരത്ത് പിടിച്ചാൽ മലപ്പുറം ജില്ലയാണ്. അപ്പൊ മലപ്പുറം ജില്ല അതിങ്ങനെ ആവർത്തിക്കുന്നുണ്ടല്ലോ. എന്താ ഉദ്ദേശം? സത്യസന്ധമായി പറയേണ്ട അദ്ദേഹം. ആ എയർപോർട്ട് അവിടെ ആയതുകൊണ്ടും ആ എയർപോർട്ടിന്റെ മുറ്റത്തുനിന്ന് പിടിക്കുന്നതുകൊണ്ടാണ് 129 കേസ് മലപ്പുറത്തായത്. അവിടുന്ന് ഒരു 7 കിലോമീറ്റർ പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയാണ്. ഇവിടുന്ന് ഈ പയ്യൻ മഞ്ചേരി നിന്നാണല്ലോ പിടിക്കുന്നത്. പക്ഷെ മലപ്പുറം ജില്ല. അത് പടിഞ്ഞാട്ട് പോയാലോ 8 കിലോമീറ്റർ പോയാൽ പുലിക്കൽ കഴിഞ്ഞാൽ രാമനാട്ടിലെ കോഴിക്കോട് ജില്ലയാണ്. പക്ഷേ ഈ സാധനമൊക്കെ വരുന്നത് എവിടെയാ? ഈ കോഴിക്കോട് എയർപോർട്ടിൽ. സോറി, മലപ്പുറം. നമ്മളെന്ന് പറയുമ്പോൾ കോഴിക്കോട് എയർപോർട്ട് ആയിപ്പോടും മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കരുത്. അപ്പോൾ അതാണ് ആ വിഷയം. പിന്നെന്താ അദ്ദേഹം പറഞ്ഞത് 5 മിനിറ്റ് അവിടെ ഇരുന്നത്? ഞാനൊന്ന് തള്ളാൻ ഉദ്ദേശിച്ചല്ല. ഇനി നമുക്ക് അതിൻ്റെ ക്രോണോളജി ഒന്ന് പറയാം. അതിലേക്കാണ് പോകേണ്ടത്. എന്താണ് സംഭവിച്ചത്? നിങ്ങൾ പ്രത്യേകം കേരളത്തിലെ ജനങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ, നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയൊക്കെ ആ മനുഷ്യൻ എന്നെ ചതിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ സംഭവത്തിന്റെ ആരംഭം എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അപ്പോ ഇവിടെ പോലീസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഈ ഏകപക്ഷീയമായ വർഗീയപരമായ നിലപാടുകൾ കുറെ കാലമായി ഞാൻ ചോദ്യം ചെയ്യുന്നതാണ്. അനവധി തവണ ഞാൻ പാർട്ടിക്ക് കത്ത് കൊടുത്തില്ല. ഈ കേരളത്തിൽ ഇന്ന് നീതി കിട്ടാത്തവരാരാ? ഒന്ന് പാർട്ടി സഖാക്കളാണ്. പോലീസ് സ്റ്റേഷനിൽ ഒരു നീതിയും കിട്ടാത്തത്. രണ്ടാരാ? ന്യൂനപക്ഷങ്ങളാണ്. ആരാ പല പോലീസ് സ്റ്റേഷനും കൈകാര്യം ചെയ്യുന്നത്? ഈ പറയുന്ന വർഗങ്ങൾ തന്നെയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അനവധി പ്രാവശ്യം വ്യക്തിപരമായും അല്ലാതെയും കത്തായിട്ട് കൊടുത്ത ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പം ഞാനും ഈ പറഞ്ഞ പോലെ സാജൻ സ്കറിയ വിഷയവുമായി ബന്ധപ്പെട്ട് P ശശിയുമായി ഞാൻ പാടെ അകന്നു. അതിനുശേഷമാണ് അരീക്കോട് നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി വരുന്ന ചടങ്ങിൽ ഒരു യൂട്യൂബർ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവിടെ സഖാക്കൾ അവനെ തള്ളിമാറ്റി. ചെറിയ വിഷയങ്ങളുണ്ടായി. അങ്ങനെ പോലീസിൽ പരാതി കൊടുത്തു. പിറ്റേ ദിവസം നവകേരള സദസ്സ് പാലക്കാടാണ്. അവിടുന്ന് പത്രക്കാർ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, എന്താണ് ഈ യൂട്യൂബർ സഖാക്കൾ കൈകാര്യം ചെയ്തത്? മുഖ്യമന്ത്രി പറഞ്ഞു 10,000-ഓളം ആളുകൾ വന്നിട്ടുണ്ട്, 8,000-ഓളം പരാതി കിട്ടിയിട്ടുണ്ട്, അവർക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവൻ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമുണ്ടായിട്ടുണ്ടാവും എന്നർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞ് 1 മണിക്കൂർ മുഖ്യമന്ത്രി അത് പറയുമ്പോഴേക്കും 11 സഖാക്കളുടെ പേരിൽ കേസെടുത്തു. എന്താ കേസ്? റോബറി, കളവ് കേസ്. SFIയുടെ ജില്ലാ 2 ഭാരവാഹികള് ഈ നവകേരള സദസ്സ് നടത്തിയ കൺവീനർ പ്രതിയാണ്. എത്ര ദിവസം റിമാൻഡ് ചെയ്തു? ഈ വിഷയത്തിന് വേണ്ടി ശശിയെ അനവധി തവണ നിയമം വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല. ഈ ADGP വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല. അപ്പം അങ്ങനെ വന്ന ഈ വിഷയങ്ങളാണ്
ഈ പറയുന്ന RSS വൽക്കരണം, ഏകപക്ഷീയമായിട്ട് സഖാക്കളെ അടിച്ചമർത്തൽ, ഇതിനെതിരെയുള്ള എനിക്ക് വികാരം ഉണ്ടായിരുന്നു. ഞാനും ഇവരെ കിട്ടുന്നിടത്ത് ചാമ്പാൻ നടക്കുകയായിരുന്നു. ഞാനും ഇവരെ പിന്നാലെ പോയിരുന്നു. അതിലാണ് പോലീസിലെ അസോസിയേഷൻ നടക്കുന്നത്. അവിടെ ഞാൻ പ്രസംഗിച്ചു. ഇവരുടെ താന്തോന്യത്വത്തിനെ കുറിച്ച് പറഞ്ഞു. ഇവർ ചെയ്യുന്ന ഈ പറയുന്ന സ്വജനപക്ഷപാതത്തെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞെന്തായി? ഈ മരമുറി അതിന് മുമ്പ് എനിക്കറിയാം. വേറൊരാൾ പരാതി കൊടുത്തിരുന്നു, ഞാൻ കൊടുക്കാൻ പറഞ്ഞു SP-ക്ക്. അപ്പോഴേക്കൊരു 23 ദിവസമായിക്കുന്ന ഒരു വിവരമില്ല. അപ്പോൾ ഞാനൊരു കത്ത് കൊടുത്തു, SP ഇങ്ങനെ ഒരാൾ പിന്നെ ദിവസത്തിൽ പരാതി തന്നിരുന്നല്ലോ, ഈ പരാതിയുടെ മുകളിൽ എന്തെങ്കിലും നടപടി എടുത്തോ, ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, 5 ദിവസം കഴിഞ്ഞു, ഒരു വിവരമില്ല. അപ്പോൾ പിന്നെ എനിക്കതൊന്നും അറിയണമല്ലോ. അങ്ങനെ ഞാൻ പോലീസ് ക്യാമ്പിൽ പോയി. ഈ മുറിച്ച മരത്തിൻ്റെ കുറ്റിയൊന്ന് കാണണ്ടേ, അത് കാണാൻ പോയി. പോലീസ് തടുത്തു, നിങ്ങൾക്കറിയാം. പിറ്റേ ദിവസം ഞാൻ അവിടെ കുത്തിയിരുന്നു, വാർത്തയായി. അവിടെ ഞാൻ കുത്തിയിരുന്നപ്പോൾ CPM ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചു, പാർട്ടി സെക്രട്ടറി, നിങ്ങൾ പെട്ടെന്ന് വരണം, മുഖ്യമന്ത്രി വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ 12 മണി വരെ ഇരിക്കുന്ന പത്രക്കാരോട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് വരെ DCS എന്ന് പറഞ്ഞു. ഞാൻ പാർട്ടി ഓഫീസിൽ പോയി. 12 മണിക്ക് ശേഷം DCS കണ്ടു, പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവർ കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ നിലപാട് ഇതാണ്, പോലീസിൻ്റെ നിലപാട് ശരിയല്ല, അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ കളവ് കേസുമായി ഞാൻ മുന്നോട്ട് പോകും. ഇത് കളവ് നടന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, CM വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരുവനന്തപുരത്ത് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് പോകാം, പക്ഷേ ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് ഇതാണ്. അപ്പോൾ അന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ 12:45. അപ്പോൾ ഞാൻ പറഞ്ഞു, ജുമയ്ക്ക് പോകണം, വെള്ളിയാഴ്ചയാണ്, പള്ളിക്ക് പോകണം. അപ്പോൾ ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, CM-ൻ്റെ ഓഫീസിൽ നിന്ന് എന്നെ വിളിക്കണം, എന്നാൽ DCS ഞാൻ പോയിക്കോളാം. ആയിക്കോട്ടെ, നിങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞു. അന്ന് വിളിച്ചില്ല, പിറ്റേ ദിവസം വിളിച്ചില്ല. അതിൻ്റെ പിറ്റേന്നാണ് ഞാൻ പത്രസമ്മേളനം നടത്തുന്നത്. ആ പത്രസമ്മേളനം നടക്കുമ്പോഴാണ് എന്നെ CM ഓഫീസിൽ നിന്ന് വിളിക്കുന്നത്, കാണണമെന്ന് പറയുന്നു. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസം ഞാൻ വീണ്ടും പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനം നടത്തിയപ്പോൾ എന്തായി? അവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. DGP-യുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം ഉണ്ടായി. വളരെ ഫാസ്റ്റായി പോകുന്നു. പിറ്റേ ദിവസം എന്താണ്? നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, കേരളത്തിലെ സഖാക്കൾ ദയവായി ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പരാതി കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രസ് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് വളരെ ജാഗ്രതയോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തായി ഉത്തരവിട്ടു. അപ്പോൾ എനിക്ക് തോന്നി, കുഴപ്പമില്ല, തിരക്കടില്ല, ഉഷാറായി പോകുന്നുണ്ട്. പിറ്റേ ദിവസം എന്താണ്? പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനം. അപ്പോൾ ഞാൻ പത്രസമ്മേളനം നടത്താൻ വരുമ്പോൾ പ്രസംഗം നടക്കില്ല, മുഖ്യമന്ത്രിൻ്റെ ഓർമ്മയില്ലേ? പിറ്റേ ദിവസം ഞാൻ പത്രസമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് വേറൊരു ഡീറ്റെയിൽസ് പത്രക്കാർക്ക് കൈമാറാൻ വരുമ്പോൾ മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഈ കണ്ടു കാണപ്പെട്ട ആളുകളൊക്കെ പ്രസ് ക്ലബ്ബിലുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പ്രസംഗം കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞല്ലേ, എല്ലാവരും കേട്ടിരിക്കുക. ഈ ഇരിക്കുന്ന മലപ്പുറത്ത് എല്ലാവരും ഉണ്ട്. എന്താ പറയുന്നത്? പോലീസിലെ പുഴുക്കുത്തുകളുണ്ടല്ലോ, ആ പുഴുക്കുത്തുകളെ ഞാൻ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും, ഒറ്റ ഒരുത്തനെ വെച്ച് നിൽക്കില്ല. അല്ലോ ആശ്വാസമായല്ലോ. പടച്ചോനെ, ഈ കാര്യം എവിടെയെങ്കിലും എത്തും. ഇവരൊക്കെ ചിരിക്കുക, മാഴേശവരൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കുക. ആ പ്രസംഗം കേൾക്കുമ്പോഴേ ഞാനും ആശ്വസിച്ച്, കുഴപ്പമില്ല, തിരക്കടില്ല, പോവല്ലേ. അങ്ങനെ പിറ്റേ ദിവസം അവിടെ CM-ൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു. ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ 12 മണിക്ക് കാണാമെന്ന് പറഞ്ഞു, 9 മണിക്ക് കാണാമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ 5 മണിക്ക് എത്തുന്നു. CM-ൻ്റെ ഓഫീസിൽ നിന്ന് വന്നു, എനിക്ക് ഫോൺ വന്നു, 9 മണിക്ക് SIT-യുടെ ഡീറ്റെയിൽഡ് മീറ്റിംഗ് ആണ്, 12 മണിക്ക് നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 12 മണിക്ക് വിളിച്ചു. അപ്പോൾ പറഞ്ഞു 12:30-ക്ക് കറക്റ്റ് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന്. 12:30-ക്ക് ഞാൻ ചെല്ലുന്നു. CM മാത്രമേ ഉള്ളൂ, ആരില്ല. ഇതേപോലെ ടേബിൾ CM ഇരിക്കുന്നു. ആ കുറച്ച് ദൂരത്ത് കസാലയിൽ മാറി ഞാൻ ഇരിക്കുന്നു. ഈ പറയുന്ന CM-ൻ്റെ പരാതി, ഈ 11 പേജ് അടങ്ങുന്ന പരാതി ഞാൻ CM-ന് കൊടുക്കുകയാണ്. CM വളരെ റിലാക്സ് ചെയ്തിരുന്നിടത്ത് ഇങ്ങനെ വായിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ കണ്ണാടിക്കൂടെ എന്നെ ഇങ്ങനെ നോക്കും. ഇത്ര ഗൗരവമാണല്ലോ ഈ പ്രശ്നങ്ങൾ നിലക്ക്, അങ്ങനെയാണല്ലോ, ഇത്രയൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചിലപ്പോൾ, ഇതൊക്കെ മനുഷ്യപ്രകൃതമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ അങ്ങനെ ഇരുന്നൊരു സാധുവായിട്ട് ഇതെല്ലാം പുള്ളി വായിച്ചു കഴിഞ്ഞു. അതിലൊരു 3-4 വിഷയങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ എൻ്റെ ഉള്ളു തുറന്ന് സംസാരിച്ചു. നമ്മളെന്താ വിചാരിക്കുന്നത്? ഇതിന് സ്വാഭാവികമല്ലേ? അദ്ദേഹം എൻ്റെ ഉള്ളെടുക്കാനാണ് ചോദിക്കുന്നത്, എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് കണ്ട് ഏറ്റവും വിശ്വസ്തനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ ഞാൻ പോയിട്ട് കാര്യങ്ങൾ കൊടുക്കുകയാണ്. ഞാൻ ഉള്ളു തുറന്ന് കാര്യങ്ങൾ പറഞ്ഞു. അത് മുഴുവൻ കേട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് CM-നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആരും CM-നോട് പറയില്ല, ഇനി പറയല്ലാതെ എനിക്ക് നിവൃത്തിയില്ല CM എന്ന് പറഞ്ഞു.